ഒരു ദുഃഖകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പാചകവാതകത്തിന്റെ വില കൂട്ടിയിട്ടുണ്ട്. അതായത് ഗ്യാസിന്റെ വില കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഗാർഹിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം വരുന്ന ഗ്യാസിന് 60 രൂപ കൂട്ടിയിരിക്കുകയാണ്. ഇനി മുതൽ 922 രൂപ കൊടുക്കേണ്ടി വരും. അതേപോലെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഗ്യാസിന്റെ വിലയും കൂട്ടിയിട്ടുണ്ട്. 115 രൂപ കൂട്ടിയിട്ടുണ്ട്. 1890 രൂപയ്ക്കകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ വാണിജ്യ അടിസ്ഥാനത്തിലുള്ളതിന്റെ വില ഈ 1-ാം തീയതി കൂട്ടി 15 രൂപ കൂട്ടിയതാണ്. പിന്നെ വീണ്ടും ഇപ്പൊ 115 രൂപ വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. സംഭവം പറഞ്ഞാൽ പശ്ചിമേഷ്യൻ അവിടുത്തെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടത്തേക്ക് എണ്ണ ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ എണ്ണയ്ക്ക് കിട്ടുന്നതിനുള്ള ദൗർബല്യം കൊണ്ടാണ് ഈ വില കൂട്ടിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു യുദ്ധം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു. പല ആൾക്കാരും വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ലാഘവത്തോടുകൂടി കുറെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളത് ഇങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളിലും നമ്മളെ ബാധിക്കുന്നത്. ഇനി പാചകവാതകത്തിന് വില കൂടിയ സാഹചര്യത്തിൽ ഇനി സ്വാഭാവികമായിട്ട് പെട്രോളിനും ഡീസലിനും വില കൂടും. പക്ഷെ കേന്ദ്രമന്ത്രി പറയുന്ന അങ്ങനെ വിലയൊന്നും കൂടുതൽ നമ്മളെ സഫീഷ്യന്റ് ആയിട്ട് ഉണ്ടെന്നാണ് പറയണം. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു കാര്യമല്ല. കൃത്യമായിട്ട് അതിന് വില കൂടും. അപ്പം ഇത് നമ്മളെ എല്ലാവരും ബാധിക്കും. ഇപ്പൊ ഗൾഫ് കണ്ടിപ്പോ എന്താ പറയുക, മാധ്യമങ്ങൾ ചേർന്നിട്ട് ഗൾഫിൽ അവിടെ ബോംബിടുന്നു ഇവിടെ ബോംബിടുന്നു എന്നൊക്കെ പറയുന്ന ഒരു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോഴേ ഈ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ വളരെ സിമ്പിളായിട്ട് ഈ ഷവർമയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ കാണിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്. അതായത് ഈ മാധ്യമങ്ങളെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇടുന്നു, ഞങ്ങളതൊന്നും ബാധിക്കുന്നില്ല എന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. സംഭവം ശരിയാണ്, അവരെ ആരോഗ്യപരമായി അവരെ ബാധിക്കുന്നില്ല. പക്ഷെ അത് സംഭവിക്കാൻ പോണത് ഇനി അവരവിടെ നിന്ന് അയക്കുന്ന പൈസയുടെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവും, അവരെ വിലയിടിയും. അപ്പൊ അവര് അങ്ങനെ പല വിഷയങ്ങളും നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. ഇതൊക്കെയാണ് ഒരു യുദ്ധം കൊണ്ട് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം. ഈ ഇത്തരം യുദ്ധങ്ങൾ നമ്മളെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ബാധിക്കുന്നു. ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന പാവം കുട്ടികളെയൊക്കെ ബോംബാക്രമണത്തിലൂടെ ഒക്കെ സംഭവിക്കുന്നു. പക്ഷെ നമ്മളെ ഇൻഡയറക്റ്റ് ബാധിക്കുന്ന ഇതുപോലുള്ള സംഗതിയാണ്. ഇനി എന്തിനൊക്കെ വില കൂടാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് ഇത്തരം യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായി ഇന്ത്യ പോലുള്ള ഒരു ശക്തമായ ജനാധിപത്യ രാഷ്ട്രം ശ്രമിക്കണമെന്നും കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി.